EVM കമ്മീഷനിങ് അവസാനിക്കുമ്പോൾ ബാലറ്റ് യൂണിറ്റിൽ പിങ്ക് പേപ്പർ സീല് എങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് പിങ്ക് പേപ്പർ സീല്. ഏതാണ്ട് 15-20 സെൻറ്റിമീറ്റർ നീളമുള്ള ഈ പറയുന്ന പിങ്ക് പേപ്പർ സീല് 2 ഭാഗങ്ങളായിട്ട് തിരിയുന്നതാണ്. ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും, അങ്ങനെ 2 ഭാഗങ്ങൾ. അതിൽ ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ എടുക്കുക. ആദ്യത്തെ പാർട്ട് നമുക്ക് ഈ പിങ്ക് പേപ്പർ സീലിൻ്റെ സ്റ്റിക്കർ കവർ റിമൂവ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് എടുക്കാൻ കഴിയും. എടുത്തിട്ടുള്ള ഈ പിങ്ക് പേപ്പർ സീലിൻ്റെ സ്കാൻ ചെയ്യേണ്ട കോഡുള്ള ഭാഗം ഈ ബാലറ്റ് യൂണിറ്റിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ പോർഷനിൽ വരത്തക്കവണ്ണം ഇത്തരത്തിൽ ബാലറ്റ് യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒട്ടിക്കാവുന്നതാണ്. ബാലറ്റ് യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇത്തരത്തിൽ ഒട്ടിക്കാവുന്നതാണ്. അതായത് ബാലറ്റ് യൂണിറ്റ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ മുകളിലൂടെ കടന്ന് ബാക്ക് സൈഡിലേക്ക് പോയി ഇത്തരത്തിൽ നമുക്ക് പിങ്ക് പേപ്പർ സീലിൻ്റെ ഫസ്റ്റ് പാർട്ട് ഒട്ടിക്കാവുന്നതാണ്. തുടർന്ന് പിങ്ക് പേപ്പർ സീലിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് ഈ കാണുന്ന സെക്കൻഡ് പാർട്ട് സ്റ്റിക്കർ കവർ റിമൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ എടുത്താൽ കിട്ടുന്ന ഈ സെക്കൻഡ് പാർട്ട് അതിൽ സ്കാൻ ചെയ്യുവാനുള്ള കോഡുള്ള ഈ ഭാഗം ഈ ബാലറ്റ് യൂണിറ്റിൻ്റെ താഴ്ഭാഗത്തായി ഇത്തരത്തിൽ ഇവിടെ ഒട്ടിക്കുകയും ഇത്തരത്തിലിവിടെ ഒട്ടിച്ച് താഴേക്ക് കൊണ്ടുവന്ന് താഴെയുള്ള ആ ഡോറിനോട് ചേർന്ന് ഇത്തരത്തിൽ ഒട്ടിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് താഴെയും മുകളിലുമായി പിങ്ക് പേപ്പർ സീല് ഒട്ടിക്കേണ്ട വിധം. ഓക്കെ.